നമ്മൾ ഈ ചാനലിൽ ഒരുപാട് ജോബ് അവസരങ്ങളെ കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ഒരുപാട് അവസരങ്ങൾ വരുമ്പോഴാണ്. അതായത് 3000, 4000, 5000 വേക്കൻസികൾ ഒരുമിച്ച് വരാനാണ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ അവസരങ്ങൾ വരുമ്പോൾ കിട്ടാനുള്ള ചാൻസ് അത്രയും കൂടുതലാണ്. അപ്പോൾ ഇന്ന് അതുപോലുള്ളൊരു മികച്ച അല്ലെങ്കിൽ ഒരുപാട് വേക്കൻസികളുള്ള ഒരു ജോബ് അവസരത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതിന് മുന്നേ എല്ലാവരും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സാധാരണ ഞാനിങ്ങനെ പറയാത്തതാണ്, പക്ഷെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവായിട്ട് തോന്നിയതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ജോബിലേക്ക് വരാം. ഇത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ജോബ് വേക്കൻസിയാണ്. ഇന്ത്യൻ റെയിൽവേയിലാണ് വരുന്നത്. ഏകദേശം 2424 വേക്കൻസികളാണ് വന്നിട്ടുള്ളത്. അപ്രൻറ്റീസ് എന്ന പോസ്റ്റാണ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. 10ാം ക്ലാസ് യോഗ്യത മാത്രം മിനിമം മതി, അതല്ലെങ്കിൽ ITI യോഗ്യത ഉണ്ടായാലും മതി. ഇതാണ് ഈ ജോബിന് പറയുന്ന ആകെയുള്ള സ്കില്ലല്ല, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഈ ജോബിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് നോക്കാം. നമ്മളെപ്പോഴും പറയുന്ന പോലെ 20-30 പേജുള്ള ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ വായിച്ച് സമയം ഞാൻ വെറുതെ കളയുന്നില്ല. അതിന് പകരം ആ നോട്ടിഫിക്കേഷൻസ് എല്ലാം സിമ്പിളാക്കി എഴുതിയൊരു വെബ്സൈറ്റിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാന കാര്യങ്ങൾ മാത്രം നോക്കാം. അപ്പോൾ മേലെ പറയുന്നുണ്ട് ജോബ് വേക്കൻസീസ് ഇൻ ഇന്ത്യൻ റെയിൽവേ, അതായത് സെൻട്രൽ ഗവൺമെൻറ് കീഴിലാണ് ഈ ഒരു വേക്കൻസി വരുന്നത്. പിന്നെ പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയത് ജൂലൈ 16 മുതലാണ്. അതായത് ഇന്നിപ്പോൾ ജൂലൈ 20 ജൂലൈ 16 മുതൽ ഏകദേശം ഓഗസ്റ്റ് 15 വരെ ഇതിനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ആപ്ലിക്കേഷൻ പ്രോസസ്സിനെ കുറിച്ച് പറയുന്നത് ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊണ്ടുപോയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് തൊട്ട് താഴെ കൊടുത്തിട്ടുള്ളത്. രജിസ്ട്രേഷൻ ആദ്യം കാൻഡിഡേറ്റ് രജിസ്റ്റർ ചെയ്യുക. ചില ആളുകളൊക്കെ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആളുകളുണ്ടാവും, അവർക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാകും തോന്നുന്നില്ല. പിന്നെ ഫോം ഫില്ല് ചെയ്യുക. ഈ സ്റ്റെപ്സൊക്കെ നമുക്ക് പിന്നെയും കാണാൻ പറ്റും, കാരണം ആ സൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റെപ്സ് കാണാൻ പറ്റും. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. അതിൽ എല്ലാ കാര്യങ്ങളും കൊടുക്കാനുണ്ടാവും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, പേഴ്സണൽ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടാവും. പിന്നെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക. അത് സ്കാൻ ഡോക്യുമെൻറ്റ്സ് ആവണം എന്ന് പറയുന്നുണ്ട്. അതെന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണെന്നുള്ളത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. പിന്നെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം, അതായത് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. ഇതിനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ നേരത്തെ പറഞ്ഞു, അതൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ടൂടെ കൊടുത്തിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് പാസ്ഡ് മെട്രിക്കുലേഷൻ വിത്ത് മിനിമം 50% മാർക്ക് ഉണ്ടാവണം 10ാം ക്ലാസ്സിൽ. അതാണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. അതിപ്പോൾ ഇത്താഴത്ത് ഏകദേശം എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. പിന്നെ ഏജ് ലിമിറ്റ് പറയുന്നുണ്ട് 15 വയസ്സ് മുതൽ മാക്സിമം 24 വയസ്സ് വരെയാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത്. അതായത് ഈ 2024 ജനുവരി 1 24 വയസ്സായ ആളുകൾ വരെ. അത് ആ ഒരു ഡേറ്റിൽ അതിൽ കൂടുതൽ പ്രായമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പറ്റില്ല. പിന്നെ റിസർവ്ഡ് കാറ്റഗറികൾക്ക് ഏജ് റിലാക്സേഷൻ, അത് നമ്മളെല്ലാ ഗവൺമെൻറ് ജോബുകൾക്കും കൊടുക്കുന്ന പോലെ ഇതിനുണ്ട്. പിന്നെ സെലക്ഷൻ പ്രോസസ്സ് പറയുന്നുണ്ട് പെർസെൻറ്റേജ് ഓഫ് മാർക്കിംഗ് മെട്രിക്കുലേഷൻ, അതായത് 10ാം ക്ലാസ്സിൽ മാർക്കിൻ്റെ പെർസെൻറ്റേജ് നോക്കും. പെർസെൻറ്റേജ് ഓഫ് ITI മാർക്ക്, അത് മേ ബി ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അപ്പോൾ അതും അവിടെ പറയുന്നുണ്ട്. ഇൻ ദ കേസ് ഓഫ് ടൈം മാർക്ക് ഏകദേശം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപോലെ മാർക്കുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവർക്ക് ആയിട്ടുള്ള വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർക്കുള്ള മുൻതൂക്കം എന്തായിരിക്കും എന്ന് പറയുന്നുണ്ട്. അവരിൽ ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ ഓൾഡർ ഏജ്, അപ്പോൾ കുറച്ചുകൂടെ വയസ്സ് കൂടിയ ആളുകൾക്ക് ഒന്നുകൂടെ മുൻഗണന ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഏർലി മെട്രിക്കുലേഷൻ, ഓക്കെ. അപ്പോൾ കുറേ മുന്നേ 10ാം ക്ലാസ് പാസ്സായ ആളുകളാണെങ്കിൽ അവർക്കും മുൻഗണന ഉണ്ടാവും. പിന്നെ പറയുന്നത് ക്ലസ്റ്റേഴ്സ് ആൻഡ് യൂണിറ്റ്സ് ആണ്. അതായത് ഇപ്പോൾ ഈ ജോബ് പല യൂണിറ്റുകളുണ്ട്, അതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആഗ്രഹിക്കുന്ന ഏരിയ സെലക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ ഓരോരോ വേക്കൻസികൾ പറയുന്നുണ്ട്, അതായത് ഓരോരോ പൊസിഷൻസ് പറയുന്നുണ്ട്. ഫിറ്റർ, വെൽഡർ, കാർപ്പൻറ്റർ, പെയിൻറ്റർ, ഇലക്ട്രീഷ്യൻ,
അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വേക്കൻസികളുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ കുറച്ചുകൂടി താഴോട്ടൊന്നുള്ള ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നോട്ടിഫിക്കേഷൻ്റെ കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞു 20-30 പേജുകൾ ഉണ്ടാവും. അപ്പോൾ ഇത് എടുത്ത് നോക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് ഈ നോട്ടിഫിക്കേഷൻ എന്ന പോലെ ക്ലിക്ക് ചെയ്തതിനു ശേഷം എടുത്ത് നോക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ ഏകദേശം 27 പേജുകളാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഉള്ളത്. അപ്പോൾ ഇതിൽ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഞാൻ മേലെ പറഞ്ഞ വേക്കൻസികൾക്ക് എത്ര വേക്കൻസികൾ ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കണം താല്പര്യമുള്ള ആളുകൾക്ക് ആ ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈ ഒരു കാര്യം നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇത് ഫേസ്ബുക്കിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മേലെ ഇടാം. പിന്നെ നമുക്കിവിടെ ക്ലിക്ക് ചെയ്താൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ ഡയറക്റ്റ് പോകുന്നത് റെയിൽവേൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഇനി ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഐ.ഡിയും പാസ്വേഡും അടിച്ചിട്ട് കയറിയിട്ട് നമുക്ക് ഇതിനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. അത് വായിച്ച് മനസ്സിലാക്കണം എന്നുള്ളവർക്ക് വെബ്സൈറ്റിൽ കയറിയിട്ട് വായിച്ച് നോക്കാം. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ കയറി വായിക്കുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ 10-20 പേജ് നോട്ടിഫിക്കേഷൻ നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് 4-5 പോയിന്റിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ ഈ ജോബിനെ കുറിച്ച് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലുള്ള നല്ല ജോബുകൾ തുടർന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.